യു പി എസ് സി പ്രിലിംസ് എക്സാം ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യു പി എസ് സി മോഡൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. ജസ്റ്റ് ഫാക്ട്സ് ബേസ് ചെയ്ത് ഡയറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളല്ല, പകരം ബേസിക്സും കോമൺ സെൻസും ഉപയോഗിച്ച് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ചോദ്യങ്ങൾ. ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ സ്കില്ല് ഹോൺ ചെയ്താൽ മാത്രമേ നമ്മൾ പ്രിലിംസ് ക്ലിയർ ചെയ്യൂ. അപ്പം ആ ഒരു പർപ്പസിനായിട്ട് സൈലം IAS സ്റ്റുഡൻസിന് കൊടുക്കാനായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യനാണ് ക്വസ്റ്റ്യൻ നമ്പർ 38 എന്ന് പറയുന്നത്. ഇതൊന്ന് വായിച്ച് നിങ്ങൾ ആൻസർ ചെയ്യുക. ഇതുപോലെ ഒരു ചോദ്യം തെറ്റിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ അഫക്റ്റ് യുവർ ചാൻസസ് ഓഫ് ക്ലിയറിംഗ് പ്രിലിംസ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. വിത്ത് റെഫറൻസ് ടു ഇന്ത്യാസ് ഫുഡ് ഇറേഡിയേഷൻ ടെക്നിക് കൺസിഡർ ദി സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് എക്സ്റ്റെൻഡ്സ് ഫുഡ് ഷെൽഫ് ലൈഫ് ബൈ എലിമിനേറ്റിംഗ് മൈക്രോ ഓർഗാനിസംസ് ആൻഡ് ഇൻസെക്ട്സ്. ഫുഡ് ഷെൽഫ് ലൈഫ് കൂട്ടും, മൈക്രോ ഓർഗാനിസംസിനെയും ഇൻസെക്ട്സിനെയും ഇല്ലാതാക്കിയിട്ട് ഫുഡ് ഷെൽഫ് ലൈഫ് കൂട്ടാനായിട്ട് ഇത് സഹായിക്കും. എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 പ്രകാരമാണ് ഇത് റെഗുലേറ്റഡ് ആയിരിക്കുന്നത്. ഇറേഡിയേറ്റഡ് പ്രോസസ് ആർ ഐഡൻറ്റിഫൈഡ് ബൈ ദ റാഡുറ ലോഗോ. വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് ആൻസർ ചെയ്യുക, എന്നിട്ട് എക്സ്പ്ലനേഷൻ കേൾക്കുക. ഓക്കെ, അപ്പം ഫുഡ് ഇറേഡിയേഷൻ പ്രോസസ്സാണ്. ഇറ്റ് എക്സ്റ്റെൻഡ്സ് ഫുഡ് ഷെൽഫ് ലൈഫ് ബൈ എലിമിനേറ്റിംഗ് മൈക്രോ ഓർഗാനിസംസ് ആൻഡ് ഇൻസെക്ട്സ്. അത് വളരെ ഒബ്വിയസ് ആണ്. ഇപ്പം ഈ റേഡിയേഷൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് തന്നെ ഷെൽഫ് ലൈഫ് കൂട്ടുക എന്നുള്ളതാണ്, മൈക്രോ ഓർഗാനിസംസിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് ശരിയായിരിക്കും. തേർഡ് സ്റ്റേറ്റ്മെൻറ്റും ഇറ്റ് മേക്ക് സെൻസ്. ഇറേഡിയേറ്റഡ് പ്രൊഡ്യൂസേഴ്സ് ആർ ഐഡൻറ്റിഫൈഡ് ബൈ റാഡുറ ലോഗോ. റാഡുറ എന്നുള്ള വാക്കൊക്കെ ഉണ്ട്, അത് ശരിയാവാനാണ് സാധ്യത. ഡിസസീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ദ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്. റെഗുലേറ്റഡ് അണ്ടർ എൻവയോൺമെൻറ്റൽ ആക്ട് ഓഫ് 1986. ശരിക്കും ഫുഡ് ഇറേഡിയേഷൻ നടക്കുന്നത് എന്താ? നമ്മുടെ ഫുഡ് ഗ്രെയിൻസും അഗ്രികൾച്ചർ പ്രൊഡക്ട്സിനെയും റേഡിയേഷൻ കൊടുക്കുക. അപ്പം റേഡിയേറ്റ് ചെയ്യുന്ന ആറ്റോമിക് എനർജിയാണ്. റേഡിയേഷൻ റിസീവ് ചെയ്യുന്നത് ഫുഡാണ്, വെജിറ്റബിൾസും അങ്ങനത്തെ കാര്യങ്ങളുമൊക്കെ. അപ്പം ഒന്നെങ്കിൽ ചിലപ്പോൾ ആറ്റോമിക് എനർജി വല്ലതും ആവാൻ എന്ന് പറയുന്നതിലും തെറ്റില്ല, ഇല്ലെങ്കിൽ ചിലപ്പം ഫുഡ് പ്രോസസിംഗ് മിനിസ്ട്രി ആണ്, അല്ലെങ്കിൽ അഗ്രികൾച്ചർ മിനിസ്ട്രി ആണെന്ന് പറഞ്ഞാലും തെറ്റില്ല. പക്ഷേ എൻവയോൺമെൻറ്റൽ മിനിസ്ട്രി എന്തായാലും ആയിരിക്കില്ല, അതാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഫുഡ് പ്രോസസിംഗ് മിനിസ്ട്രി ആവാം, അഗ്രികൾച്ചർ മിനിസ്ട്രി ആവാം, അല്ലെങ്കിൽ ആറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെൻറ്റ് ആവാം, അങ്ങനെ പലതും ആവാം. പക്ഷേ എൻവയോൺമെൻറ്റ് മിനിസ്ട്രിക്ക് ഇതിലൊരു റോളും കാണാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല. ആൻസർ ഈസ് 1 and 3 ഉള്ളി. ഇതുപോലൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരിക്കലും തെറ്റിക്കാനായിട്ട് പാടില്ല. ബേസിക്സ് പ്ലസ് ആപ്ലിക്കേഷൻ മോഡലുള്ള ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ചെയ്യാനായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഓക്കെ.